Hello guys, welcome to Gastronomer മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് പടക്കളം. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമ്മ, സന്ദീപ്, സന്ദീപ് പ്രതാപ്, ഷറഫുദ്ദീൻ, സാഫ് ബ്രോസ്, നിരഞ്ജന അനൂപ്, ഇഷാൻ ഷൗക്കത്ത് എന്നിവരാണ്. ഇഷാൻ ഷൗക്കത്തിനെ അറിയില്ലെങ്കിൽ മാർക്കോ സിനിമയിൽ വിക്ടർ മീൻസ് ഉണ്ണിമേലിൻ്റെ അനിയൻ്റെ അഭിനയിച്ചാണ്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജേഷ് മുരുകേശൻ പറഞ്ഞ മാറിപ്പോയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രീവിയസ് വർക്ക്സ് നോക്കുമ്പോൾ പ്രേമവും നേരത്തിലൊക്കെ ഇറങ്ങിയാണ് മ്യൂസിക് ചെയ്തിരുന്നത്. ഇനി വരാൻ പോകുന്നത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നുള്ള സിനിമയാണ്. അതിൽ അത്യാവശ്യം എനിക്ക് ഹൈപ്പുണ്ട്. ബിക്കോസ് സിനിമയിൽ നായകനായിട്ട് വരുന്നത് രഞ്ജിത്ത് സജീവാണ്. അടുത്ത പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബാക്കി രണ്ട് സിനിമ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ടാണ്. ഈ പടത്തിൻ്റെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മനു സ്വരാജ് എന്ന് പറഞ്ഞ ഒരാളാണ്. പടത്തിൻ്റെ റൈറ്റിംഗ് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. സിനിമാറ്റോഗ്രാഫി ബൈ അനു മുത്തേടത്ത്, എഡിറ്റിംഗ് ബൈ നിതിൻ രാജ് അരുൾ, and this movie is produced by വിജയ് ബാബു ആണ് സിനിമയുടെ പ്രൊഡ്യൂസിങ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലെന്ന് തോന്നുന്നു, എന്നാലും പറയാണ്. ചുമ്മാ പൊളിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ പെർഫോമൻസസ് വൈസ് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഈ സിനിമയിൽ എനിക്ക് എനിക്ക് ഹൈലൈറ്റഡ് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്നുള്ളത് ഫസ്റ്റ് പറയാം, എന്നിട്ട് പെർഫോമൻസസിലോട്ട് എടുക്കാം എന്ന് തോന്നുന്നു. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് മ്യൂസിക് ആൻഡ് ബിജിഎം സൂപ്പർ. രാജേഷ് മുരുകേശൻ അത്യാവശ്യം നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയൊരു സാധനമുണ്ട് മീൻസ് പ്രേമത്തിൽ വേണ്ടതും എൻ്റെ തെലുങ്ക് റീമേക്ക് ആയിട്ടുള്ള പ്രേമം മീൻസ് നാഗചൈതന്യയുടെ അതിലും കണ്ടതാണെങ്കിലും നേരത്തിലൊക്കെ കണ്ട ഒരു രാജേഷ് മുരുകേശനുണ്ട്. അങ്ങനെ ഇതിൽ കാണാൻ സാധിച്ചു. അത് സന്തോഷമുണ്ട്. മീൻസ് ഒരു തനി വൈബ് തന്നിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ഇയർന്നായിരുന്നു മ്യൂസിക്. പക്ഷെ അത് ബീജം മാത്രം എനിക്ക് വൈബായിട്ട് തോന്നുന്നുണ്ട്. പാട്ട് ഒരെണ്ണം ഓക്കെയാണ്, ബാക്കിയല്ല എന്തിനോ കളക്കുന്ന സമ്പാർ മാതിരിയായിരുന്നു. പിന്നെ ബീജിയം വെച്ച് നോക്കുമ്പോൾ മറ്റേ ആ സിനിമയുടെ ടീസറിൽ കാണിച്ചൊരു ബീജിയം ഉണ്ട്, അത് ഒഴിവാക്കിയെല്ലാം ഷോക്ക് പഠിക്കുന്നു. അപ്പോൾ എനിക്കൊരു കമ്പാക്റ്റാണ് ഇതുവഴി ഈ സിനിമയിലൂടെ കിട്ടിയിരിക്കുന്നത്. ഇനി എന്തായാലും മെയിൻ പൊളിയുടെ ഏതെങ്കിലും പടത്തിൽ നായകനാവുന്ന ഏതെങ്കിലും പടത്തിൽ മ്യൂസിക് കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ, കാരണം പൊളിച്ചെടുക്കും. അതുകൊണ്ട് എന്നാൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇതിൽ ഹൈലൈറ്റഡ് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം വിഷ്വൽസ്. ഞാൻ പറഞ്ഞു, സിനിമാറ്റോഗ്രാഫി ബൈ അനു മുത്തേടത്ത്, സൂപ്പർ സിനിമാറ്റോഗ്രാഫി, വിഷ്വലി വൈസ് സൂപ്പർ ഫിലിം. ആദ്യം തൊട്ട് തന്നെ ഒരുപാട് വിഷ്വലിൻ്റെ കളിയാണ്. മീൻസ് സിനിമയുടെ കഥയിലോട്ട് കടക്കുകയാണെങ്കിൽ ഒരു സാറ്, ആ സാറിൻ്റെ കയ്യിൽ പണ്ട് ഒരു പുരാതനത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു സാധനം കയ്യിലുണ്ട്. മീൻസ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കളിക്കുന്ന ആൾക്ക് മീൻസ് അത് ഗെയിമാണ്. ഗെയിം കളിക്കുന്നത് ആരാണോ അവർക്ക് ആൾക്കാരുടെ മീൻസ് എന്തെങ്കിലും പണയം വയ്ക്കണം. മീൻസ് ഇപ്പോൾ ബെറ്റിന് വയ്ക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്തിനും ബെറ്റിന് വെച്ചിട്ട് ആരെങ്കിലും മൈൻഡ് കൺട്രോൾ ചെയ്യാനോ ഇല്ലെങ്കിൽ ബോഡി ആത്മാവിനെ കൺട്രോൾ ചെയ്യാനോ ഇല്ലെങ്കിൽ
ഇനി ഒന്നും ബെറ്റിന് കൊടുത്ത് വെച്ചില്ലെങ്കിൽ ഒന്ന് ഞാനൊരു ഉദാഹരണമുണ്ട്, ഒരു സിനിമയുടെ കഥയാണ് പറയുന്നത്. ഒന്നും ബെറ്റിന് വെച്ചില്ലെങ്കിൽ അവരുടെയൊക്കെ സോൾസ് മീൻസ് കളിക്കുന്നവരുടെ സോൾസ് മീൻസ് ആത്മാക്കൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 4 പേരുണ്ടെന്ന് വിചാരിച്ചാൽ ഈ 4 പേരുടെയും ആത്മാവ് ഇങ്ങനെ സ്വാപ്പാവെന്ന് വെച്ചാൽ മാറിപ്പോവും, വേറെ മനുഷ്യരിലോട്ട് കയറിപ്പോവും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സിനിമയിൽ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളും എന്നിട്ട് തിരിച്ച് ഈ ആത്മാക്കൾ ആരുടെയൊക്കെയാണോ അവരുടെ അതിലോട്ട് കൊണ്ടുവന്നു എന്നാണ് സിനിമയുടെ കഥ. പിന്നെ ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ ഫാൻറ്റസി കോമഡി ഫിലിം. അത് വിചാരിച്ച് ഒരു രാജേഷ് മുരുകേശൻ്റെ ഒരു വൈബുള്ള ബീജിയും മ്യൂസിക്കും കേട്ട് കണ്ട് 2 മണിക്കൂർ 7 മിനിറ്റ് കാണാൻ പറ്റും. എനിക്ക് കണ്ടേക്കണം സത്യം പറയാൻ കാണണം, ആ വൈബിലെന്നാ കാണണം. എന്നാലും ഓരോ സീൻസും വർക്കാവുന്നുണ്ട്. മീൻസ് പിന്നെ ഈ സിനിമയിൽ എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നത് ക്ലൈമാക്സ് ഈസ് പ്രഡിക്റ്റബിൾ. പിന്നെ ഈ പ്രഡിക്റ്റബിളായിട്ട് തോന്നിയത് നായകൻ്റെ ഇൻട്രോ കാണിച്ചത് മീൻസ് സന്ദീപ് പ്രതാപിൻ്റെ ഇൻട്രോ കാണിച്ച സീനിൽ ഇസ് പ്രഡിക്റ്റബിൾ. ബാക്കിയെല്ലാം എനിക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ഞാൻ വിചാരിച്ചവരുടെ സാധനം ഇത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ട്രailer കണ്ട സമയത്ത് സൂപ്പർ നാച്ചുറൽ ഫാൻറ്റസി ഫിലിം എന്നുള്ള ഇതിലാണ് കണ്ടിരുന്നത്, ട്രെയിലർ കണ്ടിരുന്നത്. ബട്ട് അതിൽ കോമഡി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്നാലും ചേർത്തൊരു സന്തോഷം. ഇനി പെർഫോമൻസസിൻ്റെ കാര്യത്തിൽ എല്ലാവരും മിന്നിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ എനിക്ക് ഒരിതുമില്ല. ധൈര്യമായിട്ട് പറയണ എനിക്ക് ഈ സിനിമയല്ല. ഇപ്പോൾ സുരാജ് വെണ്ണാർകൂടെ ആണെങ്കിലും ഷറഫുദ്ദീൻ ആണെങ്കിലും സന്ദീപ് പ്രതാപ് ആണെങ്കിലും ഇപ്പോൾ ഇഷാൻ ഷൗക്കത്ത് മീൻസ് മാർക്കോ അലി ഉണ്ണിമന്നൻ്റെ അനിയനായിട്ട് കാണിച്ച ആളാണ് അവനാണെങ്കിലും നിരഞ്ജന നാഗ് ആണെങ്കിലും സാഫ്രോസ് ആണെങ്കിലും ഇവരാരാണെങ്കിലും പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പേരൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇതിലുള്ള അഭിനയിച്ച മറ്റുള്ളവരാണെങ്കിലും അവർക്ക് പറ്റുന്ന എന്താണോ അത് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റിംഗ്, സ്റ്റോറിയും സ്ക്രീൻ പ്ലേ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മീൻസ് ഇതേപോലെ ഒരു സൂപ്പർ നാച്ചുറൽ അത് ഫാൻറ്റസി അല്ല, സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിമായിരുന്നു അത്. മീൻസ് അത് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത് സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിമാണ്, ട്രൂ ബേസ്ഡ് ആണ്. പക്ഷെ അത് മീൻസ് ആ സ്റ്റോറി അവർ ഡീറ്റെയിൽ ചെയ്യാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു സിനിമയിൽ. അത് ഒരു പടത്തിൻ്റെ കാര്യമല്ല പറയണം, രോമാഞ്ചത്തെ കുറിച്ചാണ്. എനിക്ക് ആദ്യം തൊട്ടതിന് എനിക്ക് അതിലുള്ള സ്ക്രീൻ പ്ലേ സ്റ്റോറി നല്ല സ്റ്റോറി ആയിരുന്നു. എന്നാൽ പോലും ഒരു ട്രൂ ബെസ്റ്റ് സ്റ്റോറിയാണ്, ഓക്കെ സമ്മതിക്കുന്നു. എന്നാൽ പോലും അത് മീൻസ് ചില സ്റ്റോറീസ് മീൻസ് ഇപ്പോൾ സൂപ്പർ നാച്ചുറൽ ഇത് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ സൂപ്പർ നാച്ചുറൽ ഫിലിംസ് ചെയ്യുമ്പോൾ അത് ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും മലയാളത്തിൽ വേറൊരു പടം ഉണ്ടല്ലോ ആനന്ദഭദ്രം, ഇത് 2 പടത്തിലും സ്റ്റോറി മീൻസ് ഇത് 2 സൂപ്പർ നാച്ചുറൽ ഫിലിംസാണ്. ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും ആനന്ദഭദ്രവും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, സൂപ്പർ നാച്ചുറൽ ഫിലിംസാണെന്ന് നിങ്ങൾക്ക് പറയാം, എനിക്കും അറിയാം. അപ്പോൾ ഇത് 2ലും സ്റ്റോറി എന്നുള്ള സംഭവം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അത് രോമാഞ്ചം ചെയ്തില്ല, അത് എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. പിന്നെ സ്ക്രീൻ പ്ലേ കുഴപ്പമില്ലാത്തൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഇറ്റ്സ് ആവറേജ് ഫോർ മീ, ആവറേജ് സ്ക്രീൻ പ്ലേ ആയിരുന്നു. പിന്നെ ആ സിനിമയിൽ മറ്റേ ക്യാരം ബോർഡിൽ ഓജഗോഡ് കളിക്കാനുള്ള സംഭവമൊന്നും എനിക്ക് ഒട്ടും വർക്കായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ഓക്കെ, അതൊരു നല്ലൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തെങ്കിലും ബാക്കി എല്ലാവരും എന്തിനോ
ഇങ്ങനെ വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഡയറക്ഷനൊന്നും എനിക്ക് വർക്കായിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നല്ല സ്റ്റോറി കിട്ടിയിട്ട് അത് നാശമാക്കി വെച്ചിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ റീമേക്ക് എന്താണെന്ന് എനിക്കറിയണ്ട. ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടും എനിക്കൊരു തേങ്ങയും മനസ്സിലായിട്ടില്ല. മീൻസ് ഒന്നും മനസ്സിലായിട്ടില്ല. ഇതിലോട്ട് തിരിച്ചു കിടക്കാം. പടത്തിൻ്റെ ആർട്ട് ഡയറക്ടർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പടക്കളം എന്ന സിനിമയുടെ ആർട്ട് ഡയറക്ടർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ 100% സല്യൂട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് നല്ല ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വെച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെച്ചുകൊണ്ട് ഞാൻ അവരെ സല്യൂട്ട് ചെയ്യണം. ഹാൻഡ്സ് ഓഫ്. പിന്നെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും അവർക്ക് പറ്റുന്ന എന്താണോ അവരത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ സിനിമയിലൂടെ തോന്നിയിട്ടുള്ളത്. പിന്നെ ആദ്യം തൊട്ട് ആ സിനിമ വരെ എനിക്കൊരു ലാഗം തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇൻട്രോവൽ ബ്ലോക്ക് ആണെങ്കിലും എനിക്കിപ്പോൾ ഹൈലി പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ വിഷ്വൽസ് ആണെങ്കിലും മ്യൂസിക് ആൻഡ് BGM വൈബ് തോന്നിപ്പിക്കുന്ന സംഭവമാണ് അത് കാണിച്ച് ചെയ്യുന്നത്. വൈബ് തോന്നിക്കുന്ന മ്യൂസിക്കും BGM ഒരുപാട് നാൾക്ക് ശേഷം രാജേഷ് മുരുകേഷനും കെട്ടിയിരിക്കാൻ സന്തോഷമുണ്ട്. പിന്നെ വിഷ്വൽസ് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ വേറെ അതിൽ ഫസ്റ്റ് സന്ദീപ് ഇതിൻ്റെ അഭിനയമാണ്. സെക്കൻഡ് ഹാഫിൽ അഭിനയം ആ ഒരു മീൻസ് ഇതിൻ്റെ ഇൻ്റർവെൽ ബ്ലോഗിനെ കുറിച്ച് പറയാനാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ. മറ്റേ ആത്മാക്കളൊക്കെ സ്വാപ്പാവും, മീൻസ് മാറിപ്പോവും. അതിൽ സന്ദീപ് പ്രതാപിൻ്റെ ആത്മാവ് സുരാജ് വെണ്ണാറോഡിലോട്ടും, വെണ്ണാറോഡിൻ്റെ ആത്മാവ് ഷറഫുദ്ദീൻ്റെ ആത്മാവ് സന്ദീപിലോട്ട് കിടക്കുന്നു. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ആ സന്ദീപ് പ്രതാപിൻ്റെ അഴിഞ്ഞാട്ടമാണ് സെക്കൻഡ് ഹാഫിൽ. മീൻസ് ആ ചെറുക്കൻ എന്താടാ ചെയ്ത പോലും മനസ്സിലാവില്ല. ആ ചെറുക്കൻ എപ്പോഴും കാണുകയുണ്ടായിരുന്നു. സന്ദീപ് പ്രതാപ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടർ കാട്ടും നല്ലതാണിത്. ആ ക്യാരക്ടർ പിന്നെ അതെപ്പോഴും കാണില്ല. അങ്ങനെ ക്യാരക്ടറിൻ്റെ ആവശ്യമില്ല ടേക്കൊക്കെ പോകുന്നത്. അത് വേറെ കാര്യം. എനിക്ക് ആ സിനിമ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് വേറെ കാര്യം. അത് ഞാൻ എൻ്റെ റിവ്യൂവിൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നതിലോട്ട് എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ സിനിമയുടെ അവസാനം ഇത് സെക്കൻഡ് പാർട്ടുള്ളതായിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നൊരു സംശയമുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം എനിക്ക് ഹൈപ്പും ഉണ്ട്. വരട്ടെ, സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് പറഞ്ഞ എൻ്റെ അവസാനിപ്പിക്കുന്നു. വേഗം ഇറക്കി വിട്ടിട്ട് ഇതൊക്കെ പറ്റൂ. എന്തായാലും വെയിറ്റ് വരാണെങ്കിൽ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, ഇതൊരു വിജയ് ബാബു ഉണ്ട് ക്യാമിയോ ഡോക്ടറാണ്. അങ്ങനെ അവരുടെ ക്യാരക്ടർ അത്യാവശ്യം കുറച്ച് സീരിയസ് കുറച്ച് കോമഡി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 സീനിൽ വന്ന് പോയിട്ടുണ്ട്. ക്യാമിയോ ആണ്. അതും അത്യാവശ്യം സൂപ്പർബായിട്ട് എടുത്തിട്ടുണ്ട്. വേറൊന്നും പറയാനില്ല. എന്തായാലും ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് എൻ്റെ ടെലിഗ്രാം ചാനലിലും ഇട്ടിട്ടുണ്ടാവും. ഇത് യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ് അതിൻ്റെ പേര്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ടുള്ള castronder_868 എന്ന അക്കൗണ്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ റസ്കസ്.